എൻ്റെ അമ്മോ, ഇതെന്തൊക്കെയാണ്? ഒരു പച്ചക്കറി കട തന്നെ ഉണ്ടല്ലോ. പിന്നല്ലാതെ ഒരു സദ്യയൊക്കെ ഉണ്ടാക്കാൻ എനിക്കും അറിയാം. ഇന്നിവിടെ സദ്യയൊക്കെ ഉണ്ടാക്കണ എല്ലാ വട്ടങ്ങളൊന്നും ഞാൻ ഉണ്ടാക്കണില്ല കേട്ടോ. സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ച സമയത്തായിരുന്നു കേട്ടോ ഈ ഡേറ്റ് ഓഫ് ബർത്തിന് എത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് മനസ്സിലായത്. വീട്ടിലാണെങ്കിൽ പിറന്നാൾ ദിവസവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? രണ്ടും അങ്ങോട്ട് സെലിബ്രേറ്റ് ചെയ്യും. അങ്ങനെ ഇന്നിവിടെ ഒരാളുടെ പിറന്നാളാട്ടോ. അപ്പോൾ നമുക്കും ഉണ്ടാക്കണ്ടേ ഒരു സദ്യയൊക്കെ. എപ്പോഴും സദ്യ ഉണ്ടാക്കുമ്പോൾ പച്ചക്കറികളെല്ലാം തലേന്ന് തന്നെ കട്ട് ചെയ്ത് വെക്കണേ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ആ ഒരു ചടങ്ങിന് ഞാനായിട്ട് മാറ്റം വരുത്തണ്ടെന്ന് കരുതി ഞാനും അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചു. അപ്പോഴാണ് ഞാൻ ഓർത്തത്, എനിക്ക് അവിയലുണ്ടാക്കാറില്ല. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അവിയലുണ്ടാക്കുന്നത്. സോ എക്സ്പെർട്ട് കുക്കായ അമ്മേനോട് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ ആ സത്യം തിരിച്ചറിഞ്ഞത്. ഇന്നലെ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു കൂട്ടിയ സമയത്ത് തൈര് വാങ്ങിയില്ല. മറവി അതൊരു രോഗമല്ലല്ലോ. അപ്പോൾ അമ്മ അതിന് ബദലായിട്ട് വേറൊരു റെസിപ്പി പറഞ്ഞു തന്നു. ഈ കേടിന് പകരം ടൊമാറ്റോ ഇട്ടിട്ടും അവിയൽ വയ്ക്കാത്രേ. ഹസ്ബൻഡിനോട് വെച്ചപ്പോൾ മൂപ്പര് കഴിച്ചിട്ടുമില്ല. അങ്ങനെ നല്ല മട്ടരിച്ചോറും കറിയും ഉപ്പേരിയും അവിയലും. എന്തോ ഒരു കുറവുണ്ടല്ലോ. പായസം. എന്നാൽ പിന്നെ പായസം ആവാം അല്ലേ? ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു മിനി സദ്യ റെഡി ആയിട്ടുണ്ട് അല്ലേ? ഇനി ഉച്ചയ്ക്ക് വന്നിട്ട് ഇതെല്ലാം അങ്ങോട്ട് കഴിക്കുക. ഉച്ചയ്ക്ക് ഞാൻ എത്താൻ കുറച്ച് ലേറ്റായിട്ടോ. നല്ല വിശപ്പും. പിറന്നാളുകാരനും ഞാനും കൂടി വേഗം ഫുഡ് അങ്ങോട്ട് കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.